ഹൈ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലുള്ള മാമേ ബോൺസൈൻ്റെ കളക്ഷനാണ്. ചെറിയ ഒരു 5-6 വെറൈറ്റി ചെടികളുണ്ട്. ഹാർഡ് വുഡായിട്ടുള്ള ചെടികളാണ് സാധാരണ ബോൺസൈ ആക്കിയിട്ട് എടുക്കുക. ഇത് എൻ്റെ വലിയ ബൊഗൻവില്ല നമ്മൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് വേര് കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ ആ വേര് കട്ട് ചെയ്തത് മുളപ്പിച്ചെടുത്തതാണ്. ഇത് ഹാർഡായിട്ട് കാണുന്നത് ശരിക്കും വേരാണ്. വേര് പുറത്തേക്ക് വന്നിട്ട് അതിൽ നിന്ന് പുതിയ തിരൾ വന്ന് ഇനിയിപ്പോൾ അതൊരു ബ്രാഞ്ചായിട്ട് വളരും. ഈ വേരിങ്ങനെ പുറമേക്ക് എക്സ്പോസ് ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് അതിനെ ഷേപ്പാക്കി കമ്പിയൊക്കെ വളച്ച് വെട്ടി നിർത്തിയതാണ്, വളച്ച് വെച്ചതാണ്. ഇത് ഒരു ശംഖിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള അഡീനിയമാണ്. ഇതുവരെ പൂവുണ്ടായിട്ടില്ല. പിന്നെ ഇത് അരേലിയ. ഈ അരേലിയ ചെറിയ ടൈപ്പ്, ഒരു കൈപ്പത്തീൻ്റെ അത്ര വലുപ്പമേ ഉള്ളൂ. അത് എൻ്റെ കൈപ്പത്തീൻ്റെ അത്ര വലുപ്പമേ ഉള്ളൂ. എല്ലാ പ്ലാന്റും അത്ര തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ബുഷിയാക്കിയിട്ട് ഷേപ്പ് നീണ്ടു പോവാതെ ശാഖകൾ വെട്ടി ചെറുതാക്കി എങ്ങനെ അതിനെ വെട്ടി നിർത്താം, അതേപോലെ തന്നെ അതിന് വേണ്ട ഫെർട്ടിലൈസിങ് എന്താണ്, ഇതെല്ലാം നെക്സ്റ്റ് പാർട്ട് നാളെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും. അതും കൂടി എല്ലാവരും കാണണം. വീഡിയോ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ഫൈക്കസ് നൂഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാർഡി വുഡി ആയിട്ടുള്ള ശരിക്കും ബോൺസൈ ആക്കാൻ പറ്റിയൊരു പ്ലാന്റാണിത്. ഫൈക്കസ് 4 വെറൈറ്റിയിൽ പെട്ടിട്ടുള്ളതാണ്. ഇതും അതുപോലെ തന്നെയാണ്. കണ്ടോ, സൈഡിൽ വരുന്ന വേര് പോലെ കണ്ടോ, സ്റ്റെമ്മിൻ്റെ അടിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന വേരുകൾ. ആ വേരും വീണ്ടും ആ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് അത് വീണ്ടും ഒരു സ്റ്റെമ്മ് പോലെ വളരും. ഈ പേരാലിനൊക്കെ ഉണ്ടാവും, അതേപോലെ തന്നെയാണ് ഇതിനും ഉണ്ടാവുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നാളെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടിംഗ് വീഡിയോ ഉണ്ടായിരിക്കും. അപ്പം അതിൽ നമ്മൾ ഫെർട്ടിലൈസിങ്ങും അതിൻ്റെ കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പറയുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ടിൽ ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നാളത്തെ പാർട്ടും കൂടി എല്ലാവരും കാണണം. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.